കുട്ടനാട് മാമ്പുഴക്കരിയിൽ വയോധികനെ കാണാതായി. കോമരത്തുശ്ശേരിയിൽ പുരുഷോത്തമനെയാണ് കാണാതായത്. പ്രദേശത്ത് പോലീസും അഗ്നിരക്ഷാസേനയും തെരച്ചിൽ നടത്തുകയാണ്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, എന്താണ് ഈ തെരച്ചിലിന്റെ പുരോഗതി? വേണു ബാലകൃഷ്ണൻ, ഈ പുരുഷോത്തമൻ 86 വയസ്സുള്ള പുരുഷോത്തമൻ ഓർമ്മക്കുറവുള്ള ആളാണ്. രാവിലെ 4 മണിക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയതായി ശബ്ദം കേട്ടു. പക്ഷേ ഇറങ്ങിപ്പോയതാണെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുന്നു. ആ സമയം 4 മണി സമയത്താണ് ശബ്ദം കേട്ടതെന്നാണ് വീട്ടുകാർ പറയുന്നത്. പിന്നീട് രാവിലെ 6 മണി 6:30 തന്നെ അദ്ദേഹത്തെ മുറിയിൽ നോക്കുമ്പോൾ കാണാനില്ല. പിന്നീട് ഇവരുടെ വീടിൻ്റെ വാതിക്കലാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലുള്ളത്, AC കനാലുള്ളത്. AC കനാലിൽ തെരച്ചിൽ നടത്തുകയാണ്. ഇത്രയും നേരമായിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. ഈ സ്ഥലം രാമഗിരി പഞ്ചായത്ത് 7-ാം വാർഡിലാണ്, മാമ്പുഴക്കരയിലാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ മഴയുള്ള സമയത്ത് ഈ കനാലിൽ വെള്ളം നിറഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 3 പേര് വെള്ളക്കെട്ടിൽ വീണ് മരിച്ച സംഭവം ഉണ്ടായി. ഇന്നലെ ചേർത്തലയിൽ ഒരാൾ മരിച്ചു. ഇന്നലെ തന്നെ കായംകുളത്തൊരു വയോധിക മരിച്ചു. മിനിഞ്ഞാന്നാണ് ഹരിപ്പാട് മുട്ട സ്വദേശി ഒരാൾ മരിച്ചു. അങ്ങനെ 3 പേർ മരിച്ച സംഭവമുണ്ട്. നിലവിൽ പുരുഷോത്തമനെ കണ്ടെത്താനായിട്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ AC കനാലിൽ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസിന്റെയും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.